എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 27 നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നുവെന്ന് ബെൽഷാസർ രാജാവിനെതിരെ ദൈവം പറയുന്നുണ്ട്. മനുഷ്യഹൃദയത്തെ, വിചാരധാരകളെ, വികാരങ്ങളെ, സ്വപ്നങ്ങളെ, കണക്കുകൂട്ടലുകളെ, മനോഭാവത്തെ എല്ലാത്തിനെയും തൂക്കി നോക്കുന്നവനാണ് ആര്? ദൈവം. നമ്മുടെ ഹൃദയം എത്രമാത്രം അവിടുന്നിലേക്ക് ചേർന്നിരിക്കുന്നു എന്നറിയുന്നതിനുള്ള ഒരു തൂക്കി നോക്കലാണത്. ഒരു ജോലി നഷ്ടമായിട്ടോ, അപ്രതീക്ഷിത രോഗമായിട്ടോ, തെറ്റിദ്ധാരണ മൂലം അകന്നുപോയ ഒരു സ്നേഹമായിട്ടോ, വിശ്വസിച്ച് കടം കൊടുത്ത ആളുടെ ചതിവായിട്ടോ, പ്രിയപ്പെട്ടവരുടെ മരണമായിട്ടോ, പ്രതീക്ഷിക്കാത്തവരിൽ നിന്നുള്ള അപമര്യാദ നിറഞ്ഞ പെരുമാറ്റമായിട്ടോ കടന്നു വരുന്ന സങ്കടങ്ങളുടെ കുരിശിൽ നമ്മെ തൂക്കിയിട്ടുകൊണ്ടാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നത്. എന്തല്ലേ? ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പരിഹാസരങ്ങൾക്കും കുത്തുവാക്കുകൾക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ പോലെ എന്ന് നമുക്ക് സ്വയം തോന്നുന്ന നിമിഷങ്ങൾ നമുക്കെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. സ്വജീവിതത്തിലെ ഇത്തരം കുരിശ് തൂക്കങ്ങൾ പഴിചാരിയിട്ടാണ് പലരും വേദനാസംഹാരികളെ തേടി പോകുന്നത്. ചിലർക്ക് മദ്യം, ലഹരി വസ്തുക്കൾ, ചിലർക്ക് അവിഹിതമായ ബന്ധങ്ങൾ, അലഞ്ഞു നടക്കൽ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ തേടിപ്പോവുകയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുവാൻ ശ്രമിക്കും പോലെ വേദനകളെ പരിഹരിക്കുവാൻ നടത്തുന്ന വിഫലമായ ശ്രമങ്ങളാണ്. അവസാനം ഇരട്ടി വേദന മാത്രം ബാക്കി. 12-ാം സ്ഥലത്തെ കുരിശിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും, 3 ആണികളുടെ ബലത്തിലല്ല ക്രിസ്തു കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത്. അവിടുത്തെ ഹൃദയം പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കൊരുത്തുള്ള തൂങ്ങിക്കിടപ്പാണത്. ആ ശരീരം ഇനി വേദന അറിയുകയില്ല, നഗ്നതയുടെ ലജ്ഞ അറിയില്ല, താഴെ നിൽക്കുന്നവരുടെ പരിഹാസരങ്ങൾ കൊണ്ട് മുറിയുകയുമില്ല. കാരണം ആ ഹൃദയം ഇവയെല്ലാം അതിജീവിക്കുന്ന മറ്റൊരു ഹൃദയത്തിൽ കൊരുത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ്. പിതാവ് ഒരു കുരിശെന്ന ത്രാസിൽ പുത്രനെ തൂക്കി നോക്കുന്നു. തരുമ്പ് പോലും കുറവില്ലാത്തവനായി അവനെ അവിടുന്ന് കണ്ടെത്തുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവം തൂക്കി നോക്കുന്ന ത്രാസുകളാണ് ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങൾ. വേദനാ സംഹാരികൾ തേടി അലഞ്ഞ് നടന്നവരും, അഴുക്കുപുരണ്ട സ്നേഹമുള്ളവരും, പിതാവിനോടുള്ള സ്നേഹത്തിൽ കുറവുള്ളവരുമായി നമ്മെ അവിടുന്ന് കാണുമോ? ആത്മപരിശോധന ചെയ്യാം. അതോ ആ ഹൃദയത്തോട് ഹൃദയം കൊരുത്തവരായി ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുമോ? നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായി